തോരാമഴ. മലപ്പുറം പൊന്നാനി തീരങ്ങളിൽ കടൽക്ഷോഭം ശക്തമായി. ഉച്ചയോടെ വെളിയങ്കോട് പാലപ്പെട്ടി മേഖലകളിൽ 20 വീടുകളിൽ വെള്ളം കയറി. തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പൊന്നാനി തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. കനത്ത മഴയ്ക്കിടെ താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുരം 6-ാം വളവിലാണ് വനപ്രദേശത്തെ മരം കടപുഴകി റോഡിലേക്ക് വീണത്. മരം റോഡിനു കുറുകെ വീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി. ബ്ലാവനിയിൽ കടത്ത് നിലച്ചു. ഇതോടെ ആദിവാസി ഗ്രാമങ്ങൾ ഒറ്റപ്പെടൽ ഭീഷണിയിലാണ്. മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലാവുകയും ബ്ലാവനിയിൽ ജങ്കാർ സർവീസ് നിലയ്ക്കുകയും ചെയ്തതോടെ 6ഓളം ആദിവാസി കോളനികളും 2 കുടിയേറ്റ ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ചപ്പാത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ മാത്രമേ ഇതിലൂടെയുള്ള സഞ്ചാരം സാധ്യമാകൂ. ചപ്പാത്ത് മുങ്ങുമ്പോൾ കടത്തിന് ഉപയോഗിച്ചിരുന്ന പഞ്ചായത്തിൻ്റെ വഞ്ചി കഴിഞ്ഞ ദിവസം കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. പകരം സംവിധാനം ഇല്ലാത്തത് പ്രദേശവാസികൾക്ക് തിരിച്ചടിയായി. കോഴിക്കോട് കൊടിയത്തൂർ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശി CK ഉസൈൻ കുട്ടിയാണ് തയ്യത്തും കടവിൽ ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരത്ത് മലയോര തീരദേശ യാത്രകൾക്കും ഖനന പ്രവർത്തനങ്ങൾക്കും വിലക്ക്. തിരുവനന്തപുരം ജില്ലയിൽ ക്വാറിയിങ്, മൈനിങ് പ്രവർത്തനങ്ങൾ പാടില്ല. മലയോര മേഖലയിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം അനുവദിക്കില്ല. ബീച്ചിലേക്കുള്ള വിനോദസഞ്ചാരവും നിരോധിച്ചു. കനത്ത മഴയിൽ ഇടുക്കിയിൽ വീട് ഭാഗികമായി തകർന്നു. ഉടുമ്പൻചോല രാജാക്കണ്ടം വെള്ളിമലയിലാണ് വീട് ഭാഗികമായി തകർന്നത്. വെള്ളിമല സ്വദേശി വിനുവിൻ്റെ വീടാണ് തകർന്നത്. സംഭവ സമയം ആരും മുറിക്കുള്ളിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മഴയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് നിലവിൽ മൺസൂൺ പാത്തിയും അതുപോലെ തീരദേശ ന്യൂനമർദ്ദ പാത്തി, അതുപോലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാക ചുഴി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത 5 ദിവസത്തേക്ക് അതിതീവ്രമായ മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായിട്ട് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതിന് പ്രകാരം ജില്ലയിൽ മഴയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ ചക്രവാക ചുഴിയുടെ ഫലമായിട്ട് അടുത്ത ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതാണ്. അടുത്ത 5 ദിവസങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴ ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇതിന് മുന്നോടിയായിട്ട് എല്ലാ വകുപ്പുകളുടെയും യോഗങ്ങൾ ചേരുകയും എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായ രീതിയിൽ നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. വടകരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. സാൻഡ് ബാങ്ക്സിലെ വയൽ വളപ്പിൽ സഫിയുടെ വീടാണ് തകർന്നത്. മകൻ സമീർ വീടിനകത്ത് ഉണ്ടായിരുന്നു. ഇറങ്ങി ഓടിയതിനാൽ അപകടം ഉണ്ടായില്ല. മേൽക്കൂരയാണ് തകർന്നു വീണത്. ഓടിട്ട ഭാഗം വീടിനകത്തേക്ക് വീഴുകയായിരുന്നു. ചുമരുകൾക്കും വിള്ളൽ വീണിട്ടുണ്ട്. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. കായംകുളത്തും പരിസര പ്രദേശത്തും കനത്ത മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയുടെ ഇരുവശവും വെള്ളക്കെട്ട് ഉയർന്നു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഓടകളും തോടുകളും അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണം. കായംകുളം കാർത്തികപ്പള്ളി റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. MSM കോളേജ് ജംഗ്ഷൻ, മുക്കട, ടൗൺ ഹാൾ പരിസരം, കരിയിലക്കുളങ്ങര എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ദേശീയപാതയോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. വെള്ളക്കെട്ട് ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു. പാത ഉയർത്താൻ തുടങ്ങുന്നതോടെ പ്രശ്നം ഗുരുതരമാകുമെന്ന ആശങ്കയുണ്ട്. ഏതാണ്ട് 10ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനകത്തായിരിക്കുകയാണ്.
2 ദിവസമായി അവിടെയുള്ള ആളുകൾ പൂർണ്ണമായും അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് താമസം മാറിപ്പോയിരിക്കുകയാണ്. കാരണം അവർക്ക് ഒരു കാരണവശാലും അവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കയറ്റമാണ് വീടുകളിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം അത്തരത്തിലൊരു വെള്ളക്കയറ്റം അവിടെ ഉണ്ടായിരുന്നില്ല. തോടുകളിൽ പാലം പണിയുന്നതിന് വേണ്ടി തടയണ നിർമ്മിച്ചതോടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു എന്ന് പ്രദേശവാസികൾ പറയുന്നു. കൃഷ്ണപുരം പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് തോട് കുറുകെ നികത്തി പൈലടിക്കുന്നത് കൊണ്ടാണ് ഈ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലായത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവർ വന്ന് ചെറുതായിട്ടൊന്ന് തെളിച്ചു വെച്ചതല്ലാതെ ഈ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള യാതൊരു നടപടിയും നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഓടകൾ വൃത്തിയാക്കി. ന്യൂസ് 18 കായംകുളം. പാലക്കാട് വടക്കഞ്ചേരിയിൽ പാടത്ത് ജോലിക്കിടെ തെങ്ങ് വീണ് വീട്ടമ്മ മരിച്ചു. പല്ലാറോഡ് സ്വദേശിനി തങ്കമണിയാണ് മരിച്ചത്. തങ്കമണിയുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. തെങ്ങ് കടപുഴകി തങ്കമണിയുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 1.25 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. ദുബായിൽ നിന്ന് വന്ന 5 സ്ത്രീകളാണ് സ്വർണം കടത്തിയത്. വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച 1570 ഗ്രാം സ്വർണമാണ് ആദ്യം പിടികൂടിയത്. ദുബായിൽ നിന്ന് വന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്ന് 555 ഗ്രാം 317 ഗ്രാം സ്വർണവും പിടികൂടുകയായിരുന്നു. കണ്ണൂരിൽ വീണ്ടും തെരുവ് നായകളുടെ ആക്രമണം. മത്സ്യത്തൊഴിലാളിയായ യുവാവിനെ നായക്കൂട്ടം ആക്രമിച്ചു. സിറ്റി സ്വദേശി നൌഷാദിന് പരിക്കേറ്റു. പുലർച്ചെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു കടിയേറ്റത്. മുതുകിലും കൈകാലുകൾക്കും പരിക്കേറ്റ നൌഷാദിനെ കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പുത്തനത്താണിയിലെ വൈറ്റ് ഹോട്ടലിൽ ചിക്കനിൽ നിന്ന് പുഴുക്കളെ കിട്ടിയതായി പരാതി. തിങ്കളാഴ്ച രാത്രി ഹോട്ടലിൽ നിന്ന് കഴിച്ച ബിരിയാണിയിൽ ജീവനുള്ള പുഴുക്കളെ ലഭിച്ചതിനെ തുടർന്ന് കന്മനം മേടിപ്പാറ സ്വദേശി പോലീസിലും ഫുഡ് സേഫ്റ്റി വകുപ്പിലും പരാതി നൽകി. തിങ്കളാഴ്ച രാത്രി 8ഓടെ കന്മനം മേടിപ്പാറ സ്വദേശി ഷറഫുദ്ദീനും കുടുംബത്തിനുമാണ് ഭക്ഷണത്തിൽ നിന്ന് പുഴുക്കളെ കിട്ടിയത്. ഛർദിയും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായതിനെ തുടർന്ന് 3 കുട്ടികളടങ്ങുന്ന 5-അംഗ കുടുംബം ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നതിനിടെ ചിക്കനിൽ നിന്നും പുറത്തു വന്നത് ജീവനുള്ള പുഴുക്കളായിരുന്നുവെന്ന് ഇവർ പറയുന്നു. അസ്വസ്ഥതയെ തുടർന്ന് ഷറഫുദ്ദീനും മക്കളും തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഓർഡർ ചെയ്ത ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പുഴുക്കളെ കണ്ടത്. പുഴുക്കളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ ഷറഫുദ്ദീൻ പോലീസിലും ഫുഡ് സേഫ്റ്റി വകുപ്പിനും പരാതി നൽകി. ഫ്രൈ ചിക്കനിൽ ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അതിലത് കൊടുന്നപ്പോൾ അത് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ബിരിയാണി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെയ്തത് ബിരിയാണി എന്തൊരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടുത്താണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവായി. പിന്നെ ഞങ്ങൾ ചിക്കൻ എടുത്ത് നോക്കിയപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് പുഴു വന്നു. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ബലമായി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആറ്റിങ്ങൽ അവനഞ്ചേരി സ്വദേശി കിരണിനെ ആണ് കഴക്കൂട്ടം പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കഴക്കൂട്ടത്തെ ബാർ ഹോട്ടലിലും അഗ്രോ സർവീസ് സെന്ററിലും എത്തിച്ചും തെളിവെടുത്തു. വാളയാർ നടുപ്പതി ഊരിൽ കുടുംബശ്രീയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു. മയക്കുമരുന്നിന്റെ ദോഷം ജീവിത നിലവാരത്തെ ബാധിക്കുന്നുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, സിഗ്നേച്ചർ ക്യാമ്പയിൻ, ഹ്രസ്വ ചിത്ര പ്രദർശനം തുടങ്ങിയവ നടത്തി. ഊരുമൂപ്പന്മാരെയും ഉന്നത വിജയം നേടിയ ഊരിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ലക്ഷ്മി വെസ്റ്റ് ഡിവിഷൻ എസ്റ്റേറ്റ് സ്വദേശികളായ മണി, ക്രിസ്റ്റി എന്നിവർക്കാണ് പരിക്കേറ്റത്. തേയിലത്തോട്ടത്തിൽ ജോലി എടുക്കവെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഇതിൽ തൊഴിലാളിയായ ക്രിസ്റ്റിയുടെ പരിക്ക് ഗുരുതരമാണ്. കൂടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ് ഇരുവരെയും മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ജൂലൈ 23-ന് തുടക്കമാകും. ഈ വർഷം 500 വള്ളസദ്യകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ 375 വള്ളസദ്യകൾ ബുക്ക് ചെയ്തതായി പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ പറഞ്ഞു. ഒരു ദിവസം 12 വള്ളസദ്യകൾ വീതമായിരിക്കും നടക്കുക. ഒക്ടോബർ 2 വരെയാണ് ആറന്മുള വഴിപാട് വള്ളസദ്യ നടക്കുന്നത്.
വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ രുചിപ്പെരുമയിൽ ആറന്മുള വള്ളസദ്യയ്ക്ക് ജൂലൈ 23 മുതൽ തുടക്കമാകും. ആറന്മുളയപ്പന് ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്നതാണ് വള്ളസദ്യ. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ പല ദിവസങ്ങളിലായി വള്ളസദ്യയിൽ പങ്കെടുക്കും. ഈ വർഷം 500 വള്ളസദ്യകളാണ് പ്രതീക്ഷിക്കുന്നത്. 375 വള്ളസദ്യകൾ ഇതുവരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പള്ളിയോട സേവാ സംഘം നൽകുന്ന പാസുകൾ ഉള്ളവർക്ക് മാത്രമേ സദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിക്കൂ. വള്ളസദ്യയ്ക്കുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഒരു ദിവസം ഏതാണ്ട് 12 വള്ളസദ്യയായിട്ടാണ് നമ്മളിപ്പോൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ചിലത് 3, 4, 5 ആ രീതിയിൽ 12 വള്ളസദ്യ വരെ നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നുണ്ടാകും. അപ്പം ഒരു വഴിപാടുകാരനെ സംബന്ധിച്ചിടത്തോളം അവരെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ മുന്നിൽ അവർ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന ഒന്നാണ് വള്ളസദ്യ. അപ്പോൾ അതിനൊരു വലിയ പ്രത്യേകത ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വള്ളസദ്യ നടത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പേര് നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിച്ച് വള്ളസദ്യ നടത്തുന്നതിനായി കൃഷിവകുപ്പിന്റെയും 6 പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളായിരിക്കും ഉപയോഗിക്കുന്നത്. ഓഗസ്റ്റ് 29-ന് തിരുവോണത്തോണി വരവേൽപ്പും ഉത്രട്ടാതി ജലമേള സെപ്റ്റംബർ 2-നും നടക്കും. പമ്പാ നദിയിലെ മൺപുറ്റും ചെളിയും നീക്കി പള്ളിയോടങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് ജലവിഭവ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പത്തനംതിട്ട. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും കാട് കടത്തിയ 2 മാസങ്ങൾ പിന്നിടുന്നു. അപകടകാരിയായ ഒറ്റയാൻ പോയതോടെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യം ഗണ്യമായി കുറഞ്ഞു. അരിക്കൊമ്പന് ശേഷം മേഖലയിലെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. 2002 മുതൽ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ നഷ്ടമായത് 43 ജീവനുകളാണ്. ഇതിൽ 7 പേരുടെ ജീവൻ അപഹരിച്ചത് അരിക്കൊമ്പനാണെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. മറ്റു 3 സംഭവങ്ങളിലും അരിക്കൊമ്പനെ സംശയിക്കുന്നുണ്ട്. 2017 മാത്രം 52 വീടുകൾക്കും കടകൾക്കും അരിക്കൊമ്പൻ കേടുപാടുകൾ വരുത്തി. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് 31 വരെ വീടുകൾക്കും കടകൾക്കും നാശനഷ്ടമുണ്ടായി. അരിക്കൊമ്പൻ പോയതോടെ മേഖലയിലെ റേഷൻ വിതരണവും സുഗമമായി നടക്കുന്നുണ്ട്. തീർച്ചയായും അരിക്കൊമ്പൻ അവിടുന്ന് പോയതോടുകൂടി എല്ലാവർക്കും തന്നെ നല്ല ആശ്വാസമാണ്. നാട്ടുകാർക്കും തന്നെ വലിയ ഭീതിയിലാണ്. വീടുകൾ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. കടകൾ പൊളിക്കലില്ല, വീടുകൾ പൊളിക്കലില്ല. എല്ലാം കൊണ്ടും ഒരു സമാധാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം 13 തവണയാണ് പന്നിയാറിലെ റേഷൻ കട അരിക്കൊമ്പൻ ആക്രമിച്ചത്. ആനയിറങ്കലിലെ കടയ്ക്ക് നേരെയും നിരവധി തവണ ആക്രമണമുണ്ടായി. അരിക്കൊമ്പനെ മാറ്റിയ ശേഷം മേഖലയിൽ വീടുകൾക്കും കടകൾക്കും നേരെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഏതാനും ദിവസങ്ങളിൽ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്തിയിരുന്നുവെങ്കിലും കാര്യമായ കൃഷിനാശവും ഉണ്ടായിട്ടില്ല. ആനയാക്രമണം കുറഞ്ഞതോടെ തോട്ടം തൊഴിലാളികളും ആശ്വാസത്തിലാണ്. நாங்கள் இப்போ சந்தோஷமாக இருக்கோம். இப்போ தொந்தரவு இல்லாமல் இருக்கனால மக்கள்லாம் கொஞ்சம் சந்தோஷமாக தூங்குறாங்க. இனி அரிக்கொம்பை பிடிச்ச பின்னாடி தான் கொஞ்சம் நல்லா இருக்கும். ഏപ്രിൽ 29-നാണ് അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയത്. ഒരാഴ്ചയ്ക്കകം മേഘമലയിലെ തോട്ടം മേഖലയിലെത്തിയ അരിക്കൊമ്പൻ മെയ് 26-ന് കമ്പം ടൗണിൽ ഇറങ്ങിയിരുന്നു. ഒരാൾ മരിക്കുകയും ചെയ്തു. പിന്നീട് ചുരുളിപ്പെട്ടി ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ ദിവസങ്ങളോളം തമ്പടിച്ച ആനയെ തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി തിരുനെൽവേലി മുണ്ടൻതുറ കടുവാ സങ്കേതത്തിൽ തുറന്നുവിടുകയായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായി കോതയാറിലെ പുൽമേട്ടിൽ മേയുന്ന അരിക്കൊമ്പന്റെ ദൃശ്യങ്ങൾ തമിഴ്നാട് വനം വകുപ്പ് പുറത്തുവിട്ടിരുന്നു. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന അമിക്കസ് ക്യൂറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട മലയോര സംരക്ഷണ സമിതി ഇടുക്കി ജില്ലയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന അഭിഭാഷകരെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 5-ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് മലയോര സംരക്ഷണ സമിതി നേതാക്കൾ വ്യക്തമാക്കി. മൂന്നാർ മേഖലയിൽ വർഷങ്ങളായി വീടുകെട്ടി താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ജീവിതത്തിനെതിരായി നിലകൊള്ളുന്ന എമിക്കസ് ക്യൂറിയെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് മലയോര സംരക്ഷണ മുന്നണി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സർക്കാർ ഭൂമിയും വീടും നൽകിയാണ് ജില്ലയിലെ ജനങ്ങളെ താമസിപ്പിച്ചത്. ആരും കയ്യേറ്റക്കാരല്ല. അതിനാൽ പട്ടയമില്ലാത്ത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ജനഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അഭിഭാഷകരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മൂന്നാറിൽ ഇവിടെ ജീവിക്കുന്ന ആളുകളെ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള ചാനൽ ചർച്ചകളിലെല്ലാം പ്രതിപാദിക്കാറുണ്ട് പല സമയങ്ങളിലും. അതിന് തീരുമാനിച്ചിരിക്കുന്നത് രഞ്ജിത്ത് അമ്മാൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന അഭിഭാഷകനാണ്. അതുകൂടാതെ ഹരീഷ് വാസുദേവൻ. ഈ 2 പേരും മൂന്നാറിനും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയ്ക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. 13 പഞ്ചായത്തുകളിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി.
നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്ന 13 പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെയും കർഷകരെയും തോട്ടം തൊഴിലാളികളെയും വ്യാപാരികളെയും സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും സമരസമിതി നേതാക്കളായ പി പളനിവേൽ, അഡ്വക്കേറ്റ് ചന്ദ്രപാൽ, കെ വിജയൻ, ബാബുലാൽ, എം ഗണേശൻ, ജാഫർ സിദ്ദിഖ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. മഴക്കാല പ്രശ്നങ്ങൾക്ക് അറുതിയില്ലാതെ മലപ്പുറം വളാഞ്ചേരി മാർക്കറ്റ് റോഡിലെ ജനങ്ങൾ. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിന് ശാശ്വതമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളും കച്ചവടക്കാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വളാഞ്ചേരി മാർക്കറ്റ് റോഡും പരിസരവും ചീഞ്ഞു നാറുകയാണ്. ദിവസേന രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം. ഈ കെട്ടിക്കിടക്കുന്ന മലിനജലം സംഭരിച്ചു കൊണ്ടുപോകാനോ സംസ്കരിക്കാനോ ഉള്ള പദ്ധതികൾ ഭരണാധികാരികൾ ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. മഴക്കാലം വന്നെത്തിയാൽ വളാഞ്ചേരി മാർക്കറ്റ് റോഡിലുള്ളവർ അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ നഗരസഭ അധികൃതർ തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും മലിനജലം കെട്ടിക്കിടക്കുന്നതിൽ സമീപത്തെ കച്ചവടക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് യാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. മലിനജലത്തിൽ നിന്നും പെരുകുന്ന കൊതുക് ശല്യം പ്രദേശത്ത് രൂക്ഷമാവുകയും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി തവണ ഈ പ്രശ്നം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതിനെതിരെ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് കച്ചവടക്കാരും പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ എത്രയോ അവതരിപ്പിക്കേണ്ടതാണ്. ഡെങ്കിപ്പനി, മലമ്പനി ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റിയും മറ്റേതൊക്കെ എടുത്ത തീരുമാനമാണ്. ഇത് ഓരോ ഇതും മഴ വരുമ്പോൾ ആ മഴയുടെ പേരും പറഞ്ഞിട്ട് ഒഴുക്കി വിടുകയാണ്. അത് മുനിസിപ്പാലിറ്റി അതിനുള്ള തീരുമാനം ചെയ്യണ്ടേ? മലേറിയ, ഡെങ്കിപ്പനി, എല്ലാവിധ ഇതും ഇവിടെ കൊതുകിൻ്റെ ശല്യം ഇതൊക്കെ കൂടെ വന്ന് ഇതുണ്ട്. അപ്പം അതിനുള്ളൊരു തീരുമാനം നമ്മൾ എത്രയോ അവതരിപ്പിക്കണം. ഒരു മുൻകൈ എടുക്കണ്ടേ? മാർക്കറ്റ് റോഡും പരിസരവും നവീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരം കാണാൻ കഴിയാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഇതിനുവേണ്ടിയുള്ള വിവിധ പദ്ധതികൾ കടലാസിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയാണെന്നും അവയൊന്നും പ്രാവർത്തികമാക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 തിരൂർ. ക്ലാസ് മുറിയിൽ ഡെസ്കിൽ താളമിട്ട് പാട്ട് പാടി കുട്ടിയും ടീച്ചറും. വൈറലായി ദൃശ്യങ്ങൾ. വയനാട് കാട്ടിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അഭിജിത്തും ടീച്ചർ അഞ്ജനയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ കയ്യടി നേടുന്നത്. ഗോത്രഭാഷയിൽ സ്ഥിരമായി ആലപിക്കാറുള്ള പാട്ടാണ് മ്യൂസിക് ടീച്ചർ അന്ന് പാടിയത്. ദൃശ്യങ്ങൾ പകർത്തിയതും അഞ്ജന ടീച്ചർ തന്നെ. അഞ്ജന ടീച്ചർ അയച്ചു കൊടുത്ത വീഡിയോ കൗതുകം തോന്നി ക്ലാസ് ടീച്ചർ അർഷിത ടീച്ചറാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണനും തന്റെ പേജിൽ ദൃശ്യം പോസ്റ്റ് ചെയ്തു. കാട്ടിക്കുളം അമ്മാനി കോളനിയിലെ ബിജുവിന്റെയും ആതിരയുടെയും മകനാണ് അഭിജിത്ത്. പാട്ട് കേരളക്കരയാകെ ഏറ്റെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പിന്നെ ഇവന് കൊട്ടുന്നിങ്ങനെ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, മോനെ ഞാൻ ടീച്ചർ പാടിയാലും മോൻ കൊട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം ആള് ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ കൊട്ടില്ല ടീച്ചർ, എനിക്ക് മടിയാന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ടീച്ചർ പാടിക്കോ, ഞാൻ കൊട്ടിക്കോളാം പറഞ്ഞു. സ്റ്റാറ്റസ് ഇട്ട സമയത്ത് തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് FBയിൽ ഞാൻ ഇട്ടത്. നല്ല റെസ്പോൺസ് ആയിരുന്നു. മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നൊക്കെ വിളി വന്നിരുന്നു. മിനിസ്റ്റർ മിനിസ്റ്ററിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. AI ക്യാമറ നോട്ടീസിൽ വീണ്ടും പിഴവ്. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്ഥാപനം നടത്തുന്ന പാനൂർ സ്വദേശിക്കാണ് തെറ്റായി നോട്ടീസ് എത്തിയത്. കാർ മാത്രമുള്ള ഹിഷാമിനാണ് ബൈക്കിൽ ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്തതിനുള്ള പിഴ സംബന്ധിച്ച സന്ദേശം എത്തിയത്. പാനൂർ സ്വദേശിയായ ഹിഷാമിന് KL58A 3040 എന്ന ഇന്നോവ കാറാണുള്ളത്. ഇതേ നമ്പറിലെ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ല എന്ന് കാണിച്ചാണ് നോട്ടീസ് വന്നത്. 500 രൂപ പിഴയടയ്ക്കാനാണ് ഹിഷാമിന് മൊബൈലിൽ അറിയിപ്പ് കിട്ടിയത്. ജൂൺ 24-നാണ് ബൈക്ക് ഓടിച്ചതെന്നാണ് കാണിക്കുന്നത്. ഈ ദിവസം ഇദ്ദേഹം പേരാമ്പ്രയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ബൈക്കുമില്ല. അതേസമയം അറിയിപ്പിലെ ബൈക്കിന്റെ ഫോട്ടോയിൽ KL18AB 3040 എന്ന നമ്പറാണ് കാണുന്നത്.
നോട്ടീസുകൾ അയക്കുമ്പോൾ കൃത്യത പാലിച്ചില്ലെങ്കിൽ നിയമം പാലിച്ച് വാഹനമോടിക്കുന്നവർക്ക് പ്രയാസമാണെന്ന് ഹിഷാം പറയുന്നു. ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അക്യുറസിയിലാണ് വരുന്നത്. മഞ്ചേരിയിൽ നിന്നാണ് ഇത് ഫൈന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ പറയുന്നത് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കത്തയക്കണം, അങ്ങനെയല്ലാന്ന് അവരെ ഇത് പറയുന്നത്. RTO യിലാന്ന് അന്വേഷിച്ചത്. അപ്പോൾ RTO അവരാന്ന് പറയുന്നത് നിങ്ങൾ ഇത് ചെയ്താൽ പോരാ, നമ്മളൊരു തെറ്റും ചെയ്യാത്തത് വെറുതെ അവരെ ഇതിലേക്കാണ് നമ്മളൊരു തെറ്റ് ചെയ്തായിട്ട് നമ്മളെ ചെയ്യിപ്പിക്കാന്നാണ്. തലശ്ശേരി RTO ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളവരെ ഹിഷാം കണ്ടിരുന്നു. ഇത് സംബന്ധിച്ച് കത്തയക്കാനാണ് മറുപടി കിട്ടിയത്. ഓഫീസിൽ നിന്ന് നോട്ടീസ് അയക്കുമ്പോഴുള്ള പിഴവാണെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 പേരാമ്പ്ര. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.